നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുണ്ട്, പോലീസിന് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും ചെയ്യും. പിന്നെ എല്ലാ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് വാർഡന്മാരെയൊക്കെ നമ്മൾ സ്പോൺസർമാരെ കൊണ്ടൊക്കെ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ കോർപ്പറേഷനാണ്, അത് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഈ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ കുരുക്കെല്ലാം ഈ ഹൈവേയിലാണ്. ഒരു ലൈൻ ട്രാഫിക് സംവിധാനങ്ങളോ ഒന്നും ആരും പാലിക്കില്ല. എനിക്കാദ്യം എന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ റോഡ് സേഫ്റ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു ചുമതല കൊടുത്തിട്ടുണ്ട്. മുഴുവൻ RTOമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള ഭാഗങ്ങളിലെ പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സര ഓട്ടം അത് തടഞ്ഞില്ലെങ്കിൽ അത് ഒരുപാട് ജീവൻ അപഹരിക്കും. മാത്രമല്ല, അടുത്ത ആലോചന എന്ന് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ബസ്, ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ്, എല്ലാവരും അറിയണം. കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ വലിയ മത്സരമാണ്. 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പിൽ മത്സരമാണ്. ഇനി കേരളത്തിൽ പുതിയ പെർമിറ്റ് കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും റോഡ് സേഫ്റ്റി കമ്മീഷണറുടെയും അഡ്വൈസ് അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് 10 മിനിറ്റിൽ ഗ്യാപ്പില്ലാതെ ഇനി വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കണ്ട എന്നാണ് തീരുമാനം. വണ്ടിക്ക് പെർമിറ്റ് ഈ 2 മിനിറ്റ് 3 മിനിറ്റ് പരിപാടിയില്ലേ, അതിനി പറ്റൂല. കാരണം ജനങ്ങൾക്ക് എന്താണ്, ഒരു വണ്ടി പോയി സിറ്റിക്കകത്ത് നമുക്ക് 5 മിനിറ്റ് ഗ്യാപ്പ് ഇടാം, അടുത്ത 5 മിനിറ്റിനകത്ത് വണ്ടി കിട്ടിയാൽ പോരെ. ദീർഘദൂര യാത്രക്കാരൻ നിൽക്കുന്നു, ഞാൻ വന്നപ്പോൾ ബസ് അങ്ങ് പോയി, പിന്നെ 9 മിനിറ്റ് ഞാൻ നിന്നാൽ മതി, അടുത്ത വണ്ടി എനിക്ക് കിട്ടിയാൽ മതി. അല്ലാതെ ഈ വണ്ടി പോയതിൻ്റെ പുറകെ അടുത്ത വണ്ടി, അങ്ങനെ അത്രയ്ക്കുള്ള സംവിധാനം കേരളത്തിലില്ല. പൊതുഗതാഗതം നന്നാവണമെങ്കിൽ മാധ്യമങ്ങളും കൂടെ നിൽക്കുക,